കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഓരോ ലീഗ് പ്രവർത്തകന്റെയും ഓരോ UDF പ്രവർത്തകന്റെയും ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന് ശേഷം കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. ഒരുപറ്റം മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷവും BJPയും ചില സമുദായ നേതാക്കന്മാരുമൊക്കെ വനവാസം കൽപ്പിച്ച വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന ശ്രീ VD സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായിരിക്കും. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത്തരത്തിലുള്ള വീഡിയോകളുമായി പരസ്പരം സംബന്ധിച്ചത്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഡൽഹിയിൽ നിന്നുള്ള KC വേണുഗോപാലിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ആ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മനോഹരമായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശ്രീ VD സതീശൻ എൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്, ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചു, അല്ല KC, നിയമസഭാ കക്ഷിയിൽ അങ്ങേക്കായിരുന്നില്ല ഭൂരിപക്ഷം, എന്നിട്ടും ഇതൊരു സ്വാഭാവികമായ നീതിയുടെ ലംഘനമല്ലേ നടന്നിരിക്കുന്നത്? KC ഇത് കേട്ടിട്ട് ചിരിച്ചിട്ടങ്ങ് നടന്നുപോയി. എൻ്റെ മനസ്സിൽ തോന്നിയ ചോദ്യം മെമ്പർ താഹിറിന്റെ ചോദ്യമാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇതേ KCയെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഹൈക്കമാൻഡ് നൂലിൽ കെട്ടി ഇറക്കാൻ ശ്രമിക്കുന്നു എന്ന് വാർത്ത കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ നീതി നിഷേധമെന്ന് പറയാൻ ചില്ലറ ഉടുപ്പൊന്നും പോരാ. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരോടാണ്. ചില മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് കുത്തിത്തിരിപ്പാണ്. അതിന് നമ്മുടെ നേതാക്കന്മാർ പലപ്പോഴും നിന്നു കൊടുക്കാറുണ്ട്. നിന്നു കൊടുക്കാതിരിക്കേണ്ട ബാധ്യത നമ്മൾ പ്രവർത്തകർക്കുണ്ട്. കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്താ കേരളത്തിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി ചില പ്രവർത്തകർ എന്നെയും വിളിച്ചു ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ ആരെങ്കിലും തമ്മിൽ തർക്കമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉണ്ട് എങ്കിൽ ആ ഫോറത്തിലാണ് പറയേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസവും.